നമസ്കാരം. ലോക സമുദ്രങ്ങളിൽ റഷ്യൻ കപ്പലുകൾക്ക് നേരെ മുമ്പെങ്ങുമില്ലാത്ത വിധം നീക്കങ്ങൾ ശക്തമാവുകയാണ്. ഒരു വശത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യൻ പതാകയുള്ള കൂറ്റൻ എണ്ണക്കപ്പലിനെ അമേരിക്കൻ സൈന്യം ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തിരിക്കുന്നു. മറുവശത്ത് കരിങ്കടലിൽ യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണം റഷ്യയെ മുറിവേൽപ്പിക്കുകയാണ്. ലോകശക്തിയെന്ന് അവകാശപ്പെടുന്ന പുടിൻ്റെ റഷ്യ അമേരിക്കയുടെയും യുക്രൈൻ്റെയും ഈ സംയുക്ത പ്രഹരങ്ങൾക്ക് മുൻപിൽ നിസ്സഹായരായി അടിയറവ് പറയുകയാണോ? നമുക്ക് പരിശോധിക്കാം. രണ്ടാഴ്ചയിലേറെ നീണ്ട നാടകീയമായ പിന്തുടരലിനൊടുവിൽ മാരിനേറ എന്ന റഷ്യൻ പതാകയുള്ള എണ്ണക്കപ്പൽ US യൂറോപ്യൻ കമാൻഡ് പിടിച്ചെടുത്തിരുന്നു. വെനസ്വേലയിൽ നിന്ന് നിയമവിരുദ്ധമായി എണ്ണ കടത്താൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് ഐസ്ലൻഡിന് സമീപം വെച്ച് ഈ നീക്കം നടത്തിയത്. റഷ്യൻ നാവികസേനയുടെ ഒരു അന്തർവാഹിനി മാരിനേറയ്ക്ക് കാവലുണ്ടായിട്ടും അത് വകവെക്കാതെയാണ് അമേരിക്കൻ സൈന്യം കപ്പലിൽ അതിക്രമിച്ച് കയറി നിയന്ത്രണം ഏറ്റെടുത്തത്. റഷ്യയുടെ പരമാധികാരത്തെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് നടന്ന ഈ സംഭവം രാജ്യാന്തര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം 2026 ജനുവരി 7-ന് തുർക്കി തീരത്തിന് സമീപം വെച്ചാണ് എൽബസ് എന്ന ടാങ്കർ ആക്രമിക്കപ്പെട്ടത്. യുക്രൈൻ്റെ അത്യാധുനിക സമുദ്ര ഡ്രോണുകൾ റഷ്യൻ കപ്പലിൻ്റെ എൻജിൻ റൂമിനെ തകർത്തെറിഞ്ഞു. സ്വന്തം മൂക്കിന് താഴെ നടക്കുന്ന ഈ ആക്രമണങ്ങൾ തടയാൻ റഷ്യൻ നാവികസേനയ്ക്ക് കഴിയാത്തത് റഷ്യയ്ക്ക് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതിനേക്കാൾ വലിയൊരു പ്രഹരമാണ് അറ്റ്ലാന്റിക്കിൽ നടന്നത്. ഈ രണ്ട് സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരേ കാര്യത്തിലേക്കാണ്: റഷ്യയുടെ സാമ്പത്തിക അടിത്തറയായ എണ്ണ വ്യാപാരത്തെ എന്ത് വില കൊടുത്തും തകർക്കുക എന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം മറികടക്കാൻ റഷ്യ പണിത ഷാഡോ ഫ്ലീറ്റ് എന്ന കപ്പൽ ശൃംഖല ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ആക്രമിക്കപ്പെടുകയാണ്. ഡ്രോണുകൾക്ക് മുന്നിലും അമേരിക്കൻ ഉപരോധങ്ങൾക്ക് മുന്നിലും റഷ്യൻ പടക്കപ്പലുകൾ കാഴ്ചക്കാരായി മാറുന്നത് പുടിൻ്റെ പതനമാണോ സൂചിപ്പിക്കുന്നത് എന്ന സംശയത്തിലാണ് ലോകം. കടലിൽ പുതിയൊരു യുദ്ധമുഖം തുറക്കപ്പെടുമ്പോൾ ലോകം ആകാംക്ഷയിലാണ്. വാർത്തകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി തുടരുക. നന്ദി.